ഹലോ എവരിവൺ. എല്ലാ ഐസർ ആസ്പിരൻസിനും വേണ്ടി ഒരു ബിഗ് ന്യൂസുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. 2025 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലും കോമ്പറ്റീഷനിലും കോഴ്സുകളിലും വലിയ വ്യത്യാസങ്ങളാണ് ഈ വർഷം വരാൻ പോകുന്നത്. നിങ്ങൾ ഈ വർഷത്തെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ പോകുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വർഷത്തെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത് ഐസർ തിരുപ്പതിയാണ്. ഓരോ വർഷവും ഓരോ ഐസറുകളാണ് IIT നടത്താറുള്ളത്. ഇനി നമുക്ക് ഈ വർഷത്തെ പരീക്ഷയിൽ വരുന്ന മേജർ ചേഞ്ചുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലാണ്. കഴിഞ്ഞ വർഷം വരെ +2 കഴിഞ്ഞ് 2 വർഷമായ ആളുകൾക്ക് പരീക്ഷ എഴുതാമായിരുന്നു. അതായത് +2 കഴിഞ്ഞ് നേരിട്ടോ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തോ എഴുതാമായിരുന്നു. പക്ഷേ ഇനി തൊട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ക്രൈറ്റീരിയ. ഒക്ടോബർ 1, 2000 ശേഷം ജനിച്ച ഏതൊരാൾക്കും പരീക്ഷ എഴുതാൻ സാധിക്കും. അതായത് ഈ വർഷം തൊട്ട് +2 കഴിഞ്ഞിട്ട് എത്ര വർഷമായി എന്ന റെസ്ട്രിക്ഷൻ ഇനിയില്ല. ഇനി SC, ST, PWD എന്നീ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണ് എങ്കിൽ 5 വർഷത്തെ റിലാക്സേഷനും ഉണ്ട്. അതായത് ഈ കാറ്റഗറിയിൽ വരുന്ന ഒക്ടോബർ 1, 1995 ശേഷം ജനിച്ച ഏതൊരു കുട്ടിക്കും പരീക്ഷ എഴുതാവുന്നതാണ്. ഇത് കാരണം വലിയൊരു മാറ്റമാണ് കോമ്പറ്റീഷനിൽ വരാൻ സാധ്യതയുള്ളത്. ഈ വർഷം തൊട്ട് 25 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് എക്സാം എഴുതാം. 2021 മുതൽ ഇങ്ങോട്ടേക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്ന കുട്ടികളിൽ കാര്യമായിട്ടുള്ള വർധന വന്നിട്ടുണ്ട്. 2021 കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 3-4 ഇരട്ടി കുട്ടികളാണ് കഴിഞ്ഞ വർഷം ഐസറിന് വേണ്ടി അപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഏജ് റെസ്ട്രിക്ഷനിൽ വന്ന റിലാക്സേഷൻ കാരണം ഇനിയും കൂടുതൽ ആളുകൾ ഈ വർഷം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ സാധ്യതയുണ്ട്. പുതിയ കോഴ്സുകൾ ആഡ് ചെയ്തതാണ് അടുത്ത പ്രധാനപ്പെട്ട വ്യത്യാസം. ഐസർ തിരുപ്പതിയിൽ 4 വർഷത്തെ BS ഇൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ് എന്ന ബ്രാൻഡ് ന്യൂ കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. അതിന് പുറമെ ഐസർ ഭോപ്പാലിൽ BS എഞ്ചിനീയറിംഗ് സയൻസ് പ്രോഗ്രാം അടിമുടി മാറിയിരിക്കുകയാണ്. ഇനി BS ഡിഗ്രി ആയിരിക്കില്ല. ഐസറിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് പ്രോഗ്രാം ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഡാറ്റാ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എന്നീ ഡിപ്പാർട്ട്മെന്റുകളിൽ BTech ഡിഗ്രി ആയിരിക്കും അവാർഡ് ചെയ്യുന്നത്. മറ്റൊരു വ്യത്യാസം സീറ്റുകളുടെ എണ്ണത്തിലാണ്. കഴിഞ്ഞ വർഷം ആകെ BSMSന് 1818 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഈ വർഷം BSMSന് മാത്രം 290 സീറ്റുകൾ അഡീഷണൽ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആകെ BSMS സീറ്റുകളുടെ എണ്ണം 2108 ആണ്. ഇനി ഐസറുകളിലെ എല്ലാ കോഴ്സുകളിലേക്കും കൂടെയുള്ള സീറ്റ് നോക്കുകയാണെങ്കിൽ 2333 സീറ്റുകളാണ്. ഇനി ഇപ്പോൾ അനൗൺസ് ചെയ്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നമുക്ക് നോക്കാം. മാർച്ച് 5 ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആവുന്നത്. മാർച്ച് 5 മുതൽ ഏപ്രിൽ 15 വരെ ഈ പോർട്ടൽ ഓപ്പൺ ആയിരിക്കും. ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള കറക്ഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഏപ്രിൽ 21 ഏപ്രിൽ 22 കറക്ഷന് വേണ്ടിയുള്ള പോർട്ടൽ തുറന്നു തരും. മെയ് 15 ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്യുക. മെയ് 25 ഈ വർഷത്തെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടക്കുന്നത്. സാധാരണ ജൂൺ മാസമാണ് എക്സാം നടക്കാറുണ്ടായിരുന്നത്. ഈ വർഷം കുറച്ച് നേരത്തെയാണ്. പരീക്ഷ കഴിഞ്ഞ് അന്ന് തന്നെ ആൻസർ കീയും റിലീസ് ചെയ്യും. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 2000 രൂപയാണ്. SC, ST, PWD കാറ്റഗറിയിലെ കുട്ടികൾക്ക് 1000 രൂപയും. സോ ഇതൊക്കെയാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് 2025 വരുന്ന മേജർ ചേഞ്ചുകൾ. ഈ ഒരു വർഷം കോമ്പറ്റീഷൻ കുറച്ച് കൂടാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുവേണ്ടി കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആവുക, കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഈ അപ്ഡേറ്റ് വന്ന ഉടനെ തന്നെ ഞാൻ ഈ കാര്യം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. ഇതുപോലത്തെ അപ്ഡേറ്റ് കൃത്യമായിട്ട് യഥാസമയത്ത് അറിയാൻ നിങ്ങൾ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഇതുപോലെയുള്ള ഐസറിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഐസറിന് വേണ്ടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് എങ്കിൽ സ്റ്റേ ട്യൂൺ. കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.